സുഹൃത്തുക്കളെ നമസ്കാരം. കുറ്റിപ്പുറം ആറോബിയാണ്. കുറ്റിപ്പുറം ആറോബിന്റെ ഭാഗത്തും അതേപോലെ കൂരാട് പാടത്ത് വാഡക്റ്റിന്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജില്ലകളിലെ ദേശീയപാതയുടെ പണികൾ വിലയിരുത്തുമ്പോൾ ഈ രണ്ട് സ്ഥലത്ത് നല്ല വേഗത്തിലാണ് ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂരാട് ഇടിഞ്ഞു വീണ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു വാഡക്റ്റിന്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറ്റിപ്പുറം ആറോബി 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു ആറോബിയിൽ ബോസ്ട്രിങ് എടുത്തു വെക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും, അതായത് ബോസ്ട്രിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കോൺക്രീറ്റ് ഗാഡർ വെക്കുന്ന പണികൾ, RC ഗാഡർ വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞു. അതിന് മുകളിൽ ഡെക്സ്ലാബിൻ്റെ പണികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഈ ഒരു അവസാന സ്പാനിൽ മാത്രമാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. കണ്ടില്ല നിങ്ങൾ, ഇവിടെ ഈ ഒരു ഇതിൽ മാത്രമാണ് ഇനി കോൺക്രീറ്റ് ബാക്കിയുള്ളൂ. ആ സൈഡിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 1 മാസം കൊണ്ട് ഈ ഒരു കുറ്റിപ്പുറം ആറോബിക്ക് മുകളിലൂടെ പുതിയ ആറോബിക്ക് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത്. മലപ്പുറം ജില്ലയിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടോൾ പിരിവ് തുടങ്ങുക എന്നായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷേ 39 കിലോമീറ്റർ ദേശീയപാതയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ പിരിവ് നടത്തുന്നത് കേട്ടോ. അതായത് കോടതിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ടുള്ളതിനുള്ള ടോൾ പിരിവ് നടത്തുന്നില്ല, 39 കിലോമീറ്ററിൽ ഉള്ളതിന് മാത്രമാണ് ടോൾ പിരിവ് നടത്തുന്നുള്ളൂ. ഫുള്ളായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഈ ഒരു ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ 200 രൂപയായിരുന്നു ടോൾ നിരക്ക് ഒരു സൈഡിൽ. അതായത് LMV കാറിന് 200 രൂപയായിരുന്നു ടോൾ നിരക്ക്. അത് കുറച്ചിട്ടാണ് ഇപ്പോൾ 145 രൂപ ആക്കിയത്. അതായത് ഒരു സൈഡിലേക്ക് 145 കേട്ടോ. 200 രൂപയായിരുന്നു. നമ്മൾ വട്ടപ്പാറ വയഡക്റ്റ്, കോട്ടക്കൽ ബൈപ്പാസിലുള്ള 2 വയഡക്റ്റ്, ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിലുള്ള ടോളിൻ്റെ ആ ഒരു ഇത് കോട്ടക്കൽ ബൈപ്പാസിലെ പാലച്ചിറമാട് വരെ ഉണ്ട് കേട്ടോ. അത് പോട്ടെ. ഈ ഒരു സൈഡിൽ കോൺക്രീറ്റിൻ്റെ പണികൾ മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സൈഡിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ടെക്സ്ലാബിൻ്റെ പണികൾ ബാക്കിയുള്ളത് കേട്ടോ. ഈ ഒരു ബോസ്റ്റിംഗ് എടുത്തു വെക്കുന്ന രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. KNRCയുടെ എഞ്ചിനീയേഴ്സ്, അതേപോലെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, NHAയുടെ ആളുകൾ, വാൾസ് ആൻഡ് ബ്രിഡ്സിൻ്റെ ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു പുക വല്ലാത്തൊരു സംഭവമായിരുന്നു ഈ ഒരു ബോസ്റ്റിംഗ് എടുത്തു വെക്കുന്ന ആ ഒരു ദിവസം കേട്ടോ. ഏകദേശം 54 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ബോസ്റ്റിങ്ങിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നത്. പിന്നെ അതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ ഊരിയത് ഏകദേശം ഒരു ആഴ്ചയോളം എടുത്തിട്ടാണ്. പിന്നെ അന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടിട്ടുണ്ട്. അന്ന് പിന്നെ അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. അന്ന് ആ കേക്ക് കട്ടിങ്ങിൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ അറിഞ്ഞത്. ഇത് അന്ന് 2 അറ്റംപ്റ്റ് ഫെയിൽഡ് ആയല്ലോ. അത് രണ്ടും രാത്രിയിലായിരുന്നു. പിന്നെ ഇത് പകല് വെച്ചാൽ മതി എന്നുള്ള ആ ഒരു നിർദ്ദേശം കൊടുത്തത് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ സാറാണ്. പകല് വെച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തത് കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ, ഞാനന്ന് പറയാൻ വിട്ടതാണ്. അപ്പോൾ ഈ ശ്രീധരൻ സാറാണ് ഇത് പകൽ വെച്ചാൽ മതി, എന്നാലേ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കി ഇതും തെറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പകൽ വെച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തത് ദ മെട്രോമാൻ ശ്രീധരൻ സാറാണ്. പരിചയസമ്പത്ത് അത് ഒരു വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. തട്ടിയത് ഓടുന്ന വെച്ചാൽ ഇതാ ഈ ഒരു ആറോബിയിൽ ഒരു വശത്തേക്കുള്ളത് 2 വരിയിലും ഒരു വശത്തേക്കുള്ളത് 3 വരിയിലാണ്. അപ്പോൾ ഒരു പകുതി ഭാഗം, അതായത് നമ്മൾ ബോസ്റ്റിംഗ് എടുത്തു വെച്ച ആ സൈഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് 1 മാസം കൊണ്ടൊക്കെ പൂർണ്ണമായിട്ടും ഇവിടെ മണ്ണെടുക്കുന്ന പണികളൊക്കെ തീരുമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ പാറ കേട്ടോ, അതുകൊണ്ട് പാറ പൊട്ടിക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാറ ഉള്ളതുകൊണ്ട് തന്നെ സർവീസ് റോഡിൽ ക്രാക്കും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ആ റീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സർവീസ് റോഡിൽ വലിയൊരു വിള്ളൽ വീണതൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല കനത്തിലുള്ള പാറയാണ്. പാറ പൊട്ടിക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെൽറ്റ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പാറ പൊട്ടിക്കലല്ല. ഡെൽറ്റ മെഷീൻ ആകുമ്പോൾ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ സാധാരണ രീതിയിലുള്ള ഒരു പാറ പൊട്ടിക്കലാണ്. അപ്പോൾ പാറ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് താമസം എടുത്തു. ഞാൻ വിചാരിച്ചതല്ല. ആദ്യമൊക്കെ ഈ ഒരു പാറ ഇല്ലാന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ടാവും. പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കേട്ടോ, ബോസ്റ്റിങ്ങിൻ്റെ ആ ഒരു പണികളൊക്കെ ഏകദേശം എന്തായാലും 45 ദിവസം ഉണ്ടാവും എന്ന് അന്നേ പറഞ്ഞതാണ്. ഇവിടെ എന്താ വെച്ചാൽ പാറ ഇല്ലാന്നുണ്ടെങ്കിൽ മണ്ണെടുക്കുക, BMBC ചെയ്താൽ പരിപാടി കഴിഞ്ഞു. അത്ര പണിയുള്ളതിന്. പക്ഷേ പാറ പൊട്ടിച്ചെടുക്കുമ്പോൾ കുറച്ച് താമസം എടുക്കും. ഏതായാലും ബോസ്റ്റിങ്ങിൻ്റെ മുകളിലൂടെ ഈ ഒരു പുതിയതായി വെച്ച ബോസ്റ്റിങ്ങിൻ്റെ മുകളിലൂടെ വാഹനം ഓടാൻ ഇനിയും സമയമെടുക്കും. ഏതായാലും ആ ഒരു ഫൈനൽ ആ ഒരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ നിങ്ങൾ വളഞ്ഞിട്ടാണ്. ഇതാണ് ഇവിടെ അത്രയും ബുദ്ധിമുട്ടതായിരുന്നു. പ്ലാറ്റ്ഫോമും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബോസ്റ്റിംഗ് എടുത്ത് വെക്കേണ്ടത്. മറ്റുള്ള സ്ഥലത്തൊന്നും ഇതേപോലെ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. അപ്പോൾ നല്ല നീളം കൂടിയിട്ടുള്ള 830 ടൺ ഭാരമുള്ള ഒരു ബോസ്റ്റിംഗ് ആയിരുന്നു കുറ്റിപ്പുറം ആറോബിയിൽ എടുത്ത് വെച്ച് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പാറ പൊട്ടിക്കുന്ന പണി. പാറ ഡെൽറ്റ മെഷീനാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം തന്നെ വെള്ളം ഒലിക്കൽ തുടങ്ങിയാണ്. നിങ്ങൾ മിഞ്ഞാന്ന് ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ. നമ്മളെ ഏരിയയിലൊക്കെ നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു.
ഏതായാലും പാറ ഉള്ളതുകൊണ്ട് കുറച്ച് വൈകിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള സർവീസ് റോഡിലാണ് വിള്ളൽ ഉണ്ടായിരുന്നത്. വിള്ളലിൽ ആ ഒരു കെമിക്കൽ ഒഴിക്കുന്നത് ആൾക്കാരെ ചില കമൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അത് പശ തുപ്പല വെച്ച് ഒട്ടിച്ചുവിടുന്നത്. സുഹൃത്തുക്കളെ, ആ ഒരു കെമിക്കൽ ഒഴിക്കണം എന്തിനാരോ? അതിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ട് അത് അധികം വിള്ളലില്ലാതാക്കാനാണ്. നമ്മൾ പറയുമ്പോൾ അത് വെളുപ്പിക്കുക എന്ന് പറയും. അതാണ് അതിനെ പറ്റിയൊന്നും പറയാത്തത്. എന്താ വെച്ചാൽ അത് അങ്ങനെ ലിക്വിഡ് ഒഴിക്കണത് എന്താ വെച്ചാൽ അതിലേക്ക് ഇനി അധികം വെള്ളം ഇറങ്ങിയിട്ട് അത് വിണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വെള്ളം ഇറങ്ങാതെ വന്നാൽ മേലെ തന്നെത്താലെ സെറ്റല്ല, മുകളിലുള്ള BM ഒഴിവാക്കിയിട്ട് വേറെ ടാറിങ് എന്തായാലും ചെയ്യും. ഇതുണ്ടെങ്കിൽ പാറൻ്റെ അടിയിൽ മണ്ണ്, ഇതാണ് ഡേഞ്ചർ. ഫുള്ളായിട്ട് പാറാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഈ മണ്ണും ഇവിടെയൊക്കെ പൊക്കറായിക്കണേ. ഇവിടെയൊക്കെ നല്ല അടിപൊളി സോയിൽ നെയിലിങ് തന്നെ ചെയ്യേണ്ടി വരും. ഇത് സർവീസ് റോഡ് മിക്കവാറും ബ്ലോക്കാക്കിയിട്ട് പണി ചെയ്യേണ്ടി വരും കേട്ടോ ആ ഒരു സ്ഥലത്തൊക്കെ. അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും കുറ്റിപ്പുറം ROBയിൽ ഇനി കുറച്ച് ഏകദേശം ഒരു മാസത്തിന് മുകളിൽ പണികൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. കാരണം പാറ പൊട്ടിക്കുന്ന പണികൾ എന്തായാലും ഒരാഴ്ച കൊണ്ട് എന്തായാലും പാറ പൊട്ടിക്കുന്ന പണികളൊക്കെ പൂർണ്ണമായിട്ട് തീരുന്നതായിരിക്കും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സോയിൽ നെയിലിങ്ങും ഷോർട്ട് കട്ടിങ്ങിൻ്റെ പണികളൊക്കെ ബാക്കിയുണ്ട്. എന്തായാലും ഇവിടെ വരെ സുഖമായിട്ട് വരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ROB കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സുഖമായിട്ട് പോകാം. പിന്നെ കൂരിയാട്ടുന്ന സർവീസ് റോഡ് നിന്നുകൊണ്ട് ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ കുളപ്പുറത്ത് നിന്നാണ് കയറിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടോൾ പ്ലാസ് വരെ ഇങ്ങനെ മിന്നി പോകാം. അതിനനുസരിച്ചുള്ള ടോളും ഉണ്ട് കേട്ടോ. ഏതായാലും മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലും കോഴിക്കോട് ബൈപ്പാസിലും ഒളവണ്ണയിലും ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ടോൾ പിരിവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു അണ്ടർപാസുകളും മറ്റേതൊക്കെ കൂടുന്നതിനനുസരിച്ച് ടോളിൻ്റെ പൈസയും കൂടിയിട്ടുണ്ട്. ഇതേതാ ഭാഗം മനസ്സിലാക്കി? വളാഞ്ചേരി ബൈപ്പാസ്. എത്ര പോരെ വീഡിയോ നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. വളാഞ്ചേരി വട്ടപ്പാറ വയഡക്റ്റിൻ്റെയൊക്കെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ 4 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നത്തെ വീഡിയോ 3 മില്യൺ, പിന്നത്തെ വീഡിയോ 2 മില്യൺ, പിന്നത്തെ വീഡിയോ 5 മില്യൺ. വട്ടപ്പാറ വയഡക്റ്റ് വല്ലാത്തൊരു സംഭവം തന്നെ. കാരണം നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു നിർമ്മാണം, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വയഡക്റ്റാണ് വട്ടപ്പാറ വയഡക്റ്റ്. ഈ വയഡക്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അപ്ഡേറ്റ് നൽകാനായിട്ട് ഇവിടെ വന്നിരുന്ന യൂട്യൂബർമാർക്കൊക്കെ എന്തായാലും ഒരു മനസ്സിലൊരിതുണ്ട്. കാരണം ഈ ഒരു ഗഡറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അടിയിലൂടെ ആ ഒരു ചളിപ്പിളി എന്ന് പറഞ്ഞാൽ ഞാൻ അന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ചളിപ്പിളി, നായാട്ട്, പിന്നെ കട്ടച്ചുള പോലത്തെ ഒരു ഇതുണ്ടാവും, കയമയ. അതിലൂടെയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ വല്ലാത്തൊരിത്. എന്താല്ലേ 2 കൊല്ലം കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണിതാ ഇമ്മാരി കോലത്തിലായത്. ഏതായാലും റെക്കോർഡ് വേഗത്തിലാണ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള KNR കമ്പനി ഈ ഒരു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വയഡക്റ്റിൻ്റെ പണികൾ തീർത്തത് കേട്ടോ. ഒരുപാട് വീഡിയോ റീലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ ഈ റോഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഇഷ്ടം പോലെ ആളുകൾ, കാരണം ആ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് കൂടെ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 6 വരി റോഡ്, രാത്രിക്കത്തെ കാഴ്ച, രാത്രി ചില സമയത്തൊക്കെ നല്ല അടിപൊളിയാകാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ആ ടോപ്പിലുണ്ടല്ലോ, വണ്ടി ഇപ്പം നിർത്തരുത്. ആദ്യമൊക്കെ സമയത്തൊക്കെ വണ്ടി നിർത്തി അടിക്ക് നോക്കുമ്പോൾ പേടിയാകുന്ന കോലത്തിൽ. കാരണം എത്ര പേരാണ്, 32 മീറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് കുറേ ആൾക്കാർ പോടാ തള്ളാതെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ഇതായില്ലേ. ഏതായാലും സുഹൃത്തുക്കൾ, നിങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വട്ടപ്പാറ വയഡക്റ്റിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൗഡ് തോന്നാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കൂരിയാടെത്തി. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു കൂരിയാട് ഭാഗത്താണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളിനി തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ല വരെ ഇത് ഇൻഷാ അല്ലാഹ് ഈ ഒരു പോക്കിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ കവർ ചെയ്തു. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറവൂർ ബൈപ്പാസ് വരെ കവർ ചെയ്തു, ബൈപ്പാസിൻ്റെ പകുതി ഭാഗം വരെ കവർ ചെയ്തു. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ 8 മാസം കൊണ്ടാണ് KNR കമ്പനി ഈ ഒരു വയഡക്റ്റിൻ്റെ പണികൾ ഇത്ര കോലത്തിലാക്കി എടുത്തിട്ടുള്ളത്. ഗാഡർ, ഇനി ആ ഒരു സ്റ്റീൽ ഗാഡർ വെക്കാൻ, ഒരു സൈഡിൽ 3 ഗാഡർ വെക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ മറ്റേ ആ ഒരു സ്പാനിൽ ക്രെയിൻ അവിടെ വെച്ചതുകൊണ്ടാണ് അവിടെ ഗാഡർ ലോഞ്ചിങ് നടക്കാത്തത്. ഇവിടെയൊക്കെ ഗാഡർ ലോഞ്ചിങ് കഴിഞ്ഞു. അതിന് മുകളിൽ ഡെക്ക് സ്ലാബിൻ്റെ പണികൾ, കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു. ക്രാഷ് ബാറ്ററിൻ്റെ പണികളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 2 വർഷം മുമ്പൊക്കെ തിരുവനന്തപുരം ഭാഗത്തെ വീഡിയോ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഇനി പോകുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ നടന്നു എന്ന് നമുക്ക് പറയണമല്ലോ. അപ്പോൾ ഇവിടെ 8 മാസം കൊണ്ട്, അതായത് ഏകദേശം പണി 90%, ഈ ഒരു 90 ഉണ്ടാവില്ല, ഒരു 80% പണികൾ ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ടില്ലേ കൂരിയാട് ആദ്യം. ഇതതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കുക? ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുക്കാൻ. ഏതായാലും ഇവിടെ ഈ ഒരു ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുട്ടി. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ഭാഗം തുറന്നു കൊടുത്തു, ഇതിലൂടെ വാഹനങ്ങൾ പോയിരുന്നു. അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരു സൈഡിലൂടെ 3 വരിയായിട്ട് പണി കഴിഞ്ഞ സ്ഥലത്ത് ഈ ഒരു മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് കൂടെ പോയിരുന്നു. അതിൻ്റെ അടിയിലാണ് മണ്ണിടിഞ്ഞ് വീണത്. അതായത് അത്രയും പണികൾ കഴിഞ്ഞ് 80% പണികൾ കഴിഞ്ഞ ഭാഗം ഇടിഞ്ഞ് വീണു. ആ മണ്ണ് ഫുള്ള് ഇവിടുന്ന് എടുത്ത് മാറ്റി
പൈലിങ് നടത്തി 30 മീറ്റർ ആഴത്തിലുള്ള പൈലിങ് നടത്തി പിയർ കേപ്പിൻ്റെ പണികളും പിയറിൻ്റെ പണികളെല്ലാം തീർത്ത് അതിന് മുകളിൽ ഗഡർ വെച്ചു. കോൺക്രീറ്റ് ചെയ്യുന്ന സ്ലാബിൻ്റെ പണികൾ കഴിഞ്ഞു. ഞാൻ ഒരു സ്പാനിടയിൽ മാത്രമാണ് ഗഡർ വെക്കാനുള്ളത്. 8 മാസം കൊണ്ടാണ് KNR കമ്പനി ഈ ഒരു പണി നടത്തിയിട്ടുള്ളത്. അന്നൊക്കെ നമ്മൾ ഈ ഒരു മറ്റുള്ള സ്ഥലത്തേക്ക് പോയി വന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ വീഡിയോ ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ ഒരു വേഗത, മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ആ ഒരു ഊരാളുങ്ങളുടെ റീച്ചിലൊക്കെ വേഗത പറയുമ്പോൾ നമ്മൾ തുടങ്ങിയവൻ്റെ തള്ളൽ എന്നൊക്കെ പറഞ്ഞു കണ്ട. അതേപോലെ ഇതൊരു കൊളാപ്സ് ആയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ വിമർശിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ കേരളത്തിൽ പണി ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി, അത് യാദൃശികമായിട്ട് മനസ്സിൽ നിന്ന് അങ്ങനെ വന്നു പോകുന്നതാണ്. അല്ലാതെ ഇവർ ഒരു കട്ടൻ ചായ വാങ്ങാനുള്ള പൈസ പോലും ആരും തരണമെന്നില്ല. നമ്മളെ യൂട്യൂബ് കണ്ടന്റിന് വേണ്ടി വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നല്ലത് കാണുമ്പോൾ നല്ലത് എന്ന് പറയുന്നു, വേഗത ഉള്ളത് വേഗത ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ വേഗത ഇല്ലാത്ത തീരെ പണി നടക്കാത്ത റീച്ചായിട്ടുള്ള വടകര ഭാഗത്തെത്തുമ്പോൾ തീരെ പണി നടക്കാത്ത റീച്ച് ഇതാണെന്ന് പറയുന്നു. അല്ലാതെ ഇവർ ഒരു കട്ടൻ ചായ വാങ്ങാനുള്ള പൈസ ഇവരാരും നമുക്ക് തന്നിട്ടല്ല. നമ്മൾ ഈ യൂട്യൂബ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്നൊക്കെ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാലം. ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി ഗഡർ, അതായത് സ്റ്റീൽ ഗഡർ കേട്ടോ. 3 ഗഡറാണ് വെക്കുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റീൽ ഗഡർ വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ 46.4, അതായത് 47 മീറ്റർ ആണ് ഈ ഒരു സ്റ്റീൽ ഗഡറിൻ്റെ നീളം കേട്ടോ. 46.44 അതാണ് ഒരു 47 വെച്ചോളി. ആ ഒരു 47 മീറ്ററിലാണ് ഈ ഒരു സ്റ്റീൽ ഗഡർ വന്നിട്ടുള്ളത്. ആദ്യമുള്ള MNBയുടെ ടോപ്പ് പൊളിച്ചിട്ട് അതിന് ക്രോസ് ആയിട്ടാണ്, അതിന് മുകളിലൂടെയാണ് ഈ ഒരു സ്റ്റീൽ ഗഡർ വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റീൽ ഗഡർ വെക്കുന്നത് നമ്മളെ കുറ്റിപ്പുറം ROBയിൽ വെച്ച ആ ഒരു കമ്പനിയാണ്. അവരാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റീൽ ഗഡർ വെക്കുന്നത് കേട്ടോ. ഈ ഒരു ക്രെയിൻ ഇവിടെ വെക്കാനുള്ളത് കൊണ്ട്, ക്രെയിൻ ഈ ഒരു സൈഡിലുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്പാനിടയിൽ ഗഡർ വെക്കാത്തത്. ക്രെയിൻ ഇവിടുന്ന് ഒഴിവാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ ഒരു ഗഡർ വെക്കുക. അപ്പോൾ സ്റ്റീൽ ഗഡർ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന്, നമ്മളെ ഈ ഒരു കുളപ്പുറം സൈഡിൽ നിന്ന് ഒരു സൈഡിൽ റോഡിൻ്റെ സൈഡിൽ ഇത് അതേപോലെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭാരം കേട്ടോ. 47 മീറ്റർ ആകുമ്പോൾ 47 മീറ്റർ നീളം ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഭാരം ഉണ്ടാകും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏതായാലും ഈ ഒരു ഗഡർ 2 അവിടെ റെഡി ആയിട്ടുണ്ട്. അവസാന ഗഡർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ കൂരിയാട് പാടത്തെ വാഡക്റ്റിൻ്റെ പണികളൊക്കെ ഏകദേശം തീർന്നു. ആദ്യം ഇവർ കോൺക്രീറ്റ് ഗഡർ അതിന് മുകളിൽ വെക്കാൻ നോക്കിന് കേട്ടോ. അത് പറ്റാതായപ്പോഴാണ് സ്റ്റീൽ ഗഡർ വെച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മാർച്ച് 15 ആകുമ്പോഴത്തേന് ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുന്നതാണ്. അപ്പോഴാണ് ഇത് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റീൽ ഗഡർ വെച്ചത്. അതുകൊണ്ട് കുറച്ചും കൂടി നേരം വൈകി. ആദ്യം കോൺക്രീറ്റ് ഗഡറാണ് വെച്ചിരുന്നത്. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റീൽ ഗഡർ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഇനിയൊരു ആദ്യം ഇവർ പറഞ്ഞത് ഫെബ്രുവരി അവസാനത്തോട് കൂടി അല്ലെങ്കിൽ മാർച്ച് പകുതിയോട് കൂടിയിട്ട് ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുന്നതാണ്. ഏതായാലും 8 മാസം കൊണ്ട് ഇത്ര പണി ചെയ്തല്ലോ, വലിയ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ കൂരിയാട് പാടത്തെയും കുറ്റിപ്പുറത്തെയും ഏറ്റവും പുതിയ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഏതായാലും നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.